പ്രകൃതി ചികിത്സയോട്, പ്രകൃതി ജീവനത്തിനോട് വളരെ കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യമാണ് ഗുരുനാഥനായ CRR വർമ്മയിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ക്ലാസുകളിൽ പോകുന്നതിന് മുമ്പ് തന്നെ പ്രകൃതി ജീവനം എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം ആണ്. മരുന്നുകൾ കഴിക്കാറില്ല, ഇതുവരെയും കഴിക്കേണ്ടി വന്നില്ല. ആ മരുന്നുകളോട് വിരോധമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ അല്ല. ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി. നമ്മളൊക്കെ പലതും മറക്കില്ലേ? ഒടുവിൽ നമ്മൾ പറയില്ലേ, ഓ അങ്ങനെ ഉണ്ടായിരുന്നോ, ഓർമ്മ ഉണ്ടായില്ല കേട്ടോ എന്ന് മറക്കാത്തവരുണ്ടോ? ദൈനംദിന ജീവിതത്തിലെ ചില കാര്യങ്ങൾ മറന്നു, അപ്പൊ അസുഖം വന്നു. ഗുരുനാഥനായിട്ടുള്ള ബിഷപ്പറിനെ പോയി കാണണം. ഗുരുനാഥൻ ചോദ്യം ചോദിക്കും, ആഹോ ഇന്ന കാര്യം ജീവിതത്തിൽ മറന്നു. ആ മറന്നത് ഓർമ്മിപ്പിക്കുന്ന ആളുടെ പേരാണ് ബിഷപ്പ്. മറന്നത് എന്നുള്ളതിൽ നിന്നാണ് മരുന്ന് എന്ന വാക്കുണ്ടായത്. ക്രമേണ മരുന്ന് എന്നുകൊണ്ട് ചിലത് കൊടുത്തു തുടങ്ങി. ഇപ്പൊ മറന്നത് ഓർമ്മിപ്പിക്കല് ഇല്ല. പല വ്യക്തികളും കാണാൻ വരുന്ന സുഹൃത്തുക്കളും അവരുടെ സുഖത്തെ പറ്റി കേൾക്കുമ്പോൾ 90ഓളം ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, മാറണമെന്ന് ആഗ്രഹം ഉണ്ടോ? വെറുതെ പറയും ആഗ്രഹമില്ല ഇവർക്ക്. ഇവർക്ക് അതും വെച്ച് കളിച്ച് അതിന്റെ സിമ്പതി നാട്ടുകാരോട് കിട്ടണം, കാണുന്നവരോടൊക്കെ വിവരിക്കണം, തന്റെ അസുഖം ഇങ്ങനെയാണ് ഇതിങ്ങനെ കേൾക്കണം. എപ്പോഴും വില്ലനായിട്ട് ഒരു മരുന്ന് അകത്തേക്ക് കഴിക്കുന്നുണ്ടാകും. നാം കഴിക്കുന്ന മരുന്ന് ഓവർഡോസ് ആയതിന്റെ അപകടം എന്റെ ചില സുഹൃത്തുക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ ഓവർഡോസ് എന്ന് പറഞ്ഞാൽ? ഓവർഡോസ് വന്നപ്പോ വിചാരിച്ചിരിക്കുന്നത് പതിവായിട്ടുള്ളതിനേക്കാൾ ഡോസ് കൂട്ടിക്കഴിക്കുക എന്നാണ് നാം വിചാരിച്ചത്. ചെറുപ്പക്കാരൻ 47 വയസ്സ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുഴഞ്ഞു വീണു, മരിച്ചു. ഞാൻ അന്വേഷിച്ചു എന്തെങ്കിലും ചികിത്സ. ഒരു ചികിത്സ ഉണ്ടായില്ല. ഒരു ചികിത്സയില്ലാലും മരുന്ന് കഴിക്കാൻ ഒന്നും കഴിക്കുന്നില്ല. മനസ്സമാധാനം എന്തോ ഒന്ന് കഴിച്ചിട്ടുണ്ട്. ആ എന്തോ ഒന്ന് കഴിച്ചിട്ടുള്ളത് വെച്ചിട്ട് മരിച്ച ആളോട് ചോദിക്കാൻ നോക്കില്ല. ചോദിച്ചാലും ജീവിതത്തിന്റെ ഒരു ഭാഗമായത് അത് പണ്ട് കഴിക്കുന്നതാണ്. പിന്നെ മകളോട് ചോദിച്ചപ്പോ പറഞ്ഞു അത് അച്ഛൻ പണ്ട് 10-30 കൊല്ലമായിട്ട് കഴിക്കുന്നതാണ്, അതില്ല ശരിയാവില്ല. അതെ, ബോർഡറിൽ നിൽക്കുകയാണ് എന്നാണ് പറയുക. ഇതൊക്കെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ബോർഡറിൽ നിൽക്കുകയാണ്. ആ ബോർഡറിന്റെ ഇപ്പുറം കടക്കാൻ സൂക്ഷിക്കണം. ഇപ്പുറം കടന്ന അബദ്ധം. അതിനുമ്പ് തന്നെ ഇത് മുടങ്ങാതെ കഴിക്കുകയാണ് നല്ലത് എന്നാണ് പഠനം. ആയിക്കോട്ടെ, ഇത്രയും കാലം അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചിലപ്പോ പതിവായിട്ടുള്ള ഒരു കാര്യം ഓവർഡോസ് ആവില്ലേ? അതെങ്ങനെയാ? എന്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഒരു ഫോൺ എന്നുള്ളൊരു പ്രശ്നം അല്ല. ചിലപ്പോ ആ ഫോൺ കയ്യിൽ ഇങ്ങനെ വെക്കാൻ പറ്റിക്കോളന്നില്ല.
അതേ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് എത്ര നേരം പിടിച്ച് നിൽക്കാൻ പറ്റും? എന്റെ കയ്യിന് തളർച്ച വന്നു. ആ തളർച്ച വന്നിട്ട് ദിവസം നാളികേരം ചെലവാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ഞാൻ ആരോടും മിണ്ടാതെ കഴിക്കുകയാണ് കേട്ടോ, എന്റെ ഉത്തരവാദിത്തമല്ല. അതിഥിയായി വന്നിട്ടുള്ള ഒരു വീട്ടമ്മ, എന്താ പ്രശ്നം, കയ്യിന് വഴങ്ങുന്നില്ല. അവർ തരുവുകൊണ്ട് അവര് നാളികേരം ചെലവ്. 1 മണിക്കൂറായപ്പോഴേക്കും കയ്യിന് ശരിയായി. ദിവസേന തിരക്കുന്നതാണെങ്കിലും അത് ഓവർഡോസ് അല്ലേ? പതിവായിട്ട് കഴിക്കുന്നത് 3 ഇഡ്ഡലിയാണ്. അത് 4 ആവുന്നത് ഓവർഡോസ്, ശരി. ആ 3 ഇഡ്ഡലിയെ ഇന്നും കഴിക്കുന്നുള്ളൂ. ഇന്ന് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ലാതെ വരും. നമുക്കറിയാമല്ലോ, ഞാൻ സംസാരിക്കുമ്പോൾ കനത്ത ചൂടാണ്. കനത്ത ചൂട് കൊണ്ട് ഒരു മുറിയിൽ നിന്ന് വേറെ മുറിയിലേക്ക് നടക്കാൻ കഴിയാത്ത ചൂടാണ്. പതിവായിട്ട് കഴിക്കുന്ന ആ ബ്രേക്ക്ഫാസ്റ്റേ ഞാൻ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ശരിയാണോ? ജഠരാഗ്നി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ആഹാരത്തിനെ ദഹിപ്പിക്കാനുള്ള ശക്തി കിട്ടുള്ളൂ. ചൂട്. രാത്രി കഞ്ഞിയാണ് ഞാൻ കുടിക്കാറ്. മിനിങ്ങാന്ന് ഒരു ലേശം കഞ്ഞി ബാക്കിയോ. സ്വാഭാവികമായിട്ടും ഭാര്യ ചോദിച്ചു, എന്തിനാ ഇതും കൂടി കുടിക്കാനുള്ള, ദിവസേന കുടിക്കുന്ന അത്രയും അളവ് ഒപ്പാണല്ലോ. ഞാൻ പറഞ്ഞു, ഒരു പാകമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാക്കി വെച്ചത്. എന്റെ ശരീരത്തിന് ഇതിനെ ദഹിപ്പിക്കാൻ നിവൃത്തിയില്ല. പതിവായിട്ട് കഴിക്കുന്നതൊക്കെയാണ്. ഇപ്പൊ ആ കഞ്ഞി ഓവർഡോസാ. എല്ലാ ദിവസവും കഴിക്കുന്ന കഞ്ഞി അന്ന് ഓവർഡോസാണ്. ചൂട്, തണുപ്പ് ഇതൊക്കെ മാറി വേറി വരുമ്പോൾ കനത്ത ചൂടുള്ള 2-3 സാധനം ചിലപ്പോൾ ഒരുമിച്ച് കഴിക്കേണ്ടി വരാം. ചക്ക ചൂടാണ്, കനത്ത ചൂടാണ്. 2-3 ചക്കച്ചുള ഒരു നേരത്തെ ആഹാരത്തിന് അത് മതി. 3 ചക്കച്ചുള നമ്മൾ നിർത്തുവോ? പിന്നെയാണെങ്കിൽ നല്ല സ്വാദൊക്കെ ഉണ്ടെങ്കിൽ 10-30 ചക്കച്ചുള തിന്നും. എന്നിട്ടോ ചക്കകട കൂട്ടാൻ. ചക്ക ഉള്ള കാലമാണ് വെച്ചാൽ ഇടിച്ചക്ക കൊണ്ടുള്ള തോരൻ. ഓവർഡോസാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഞാൻ എന്നും കഴിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? നിത്യേന എടുത്തു പൊക്കുന്ന ഒരു സാധനം ഒരു ദിവസം എടുത്തു പൊക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് പതിവായിട്ട് ഉപയോഗിക്കുന്ന ഏത് കാര്യവും ഓവർഡോസ് ആവും. ഞാൻ ശരീരശാസ്ത്രത്തിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞു, വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം. എല്ലായ്പ്പോഴും ഞാനത് പറയുന്നതാണ്. ഇന്നും അതല്ല ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, അയാൾ അവസാനായിരിക്കും. അയാൾ അവസാനായിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് വയസ്സ് എത്ര കഴിഞ്ഞേ, ചാവേണ്ട സമയമായല്ലോ, ഇയാൾക്കുണ്ടാവും. അപ്പോഴാ പറയാറ്. ആ വരി ഓവർഡോസ് അല്ലാത്തൊരു സമയമൊക്കെ ഉണ്ടാവും. അയാളും ചിരിക്കുക, ഞാനും ചിരിക്കുക, അയാൾക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം, അതിന്റെ ഇടയിൽ കൂടെ പോവുത്. അതുപോലെയല്ല, വാക്കുകൾ പതിവായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും ഇടയ്ക്ക് ഓവർഡോസ് ആവുന്നുണ്ട്. ഭക്ഷണം പതിവായിട്ട് കഴിക്കുന്നതാണെങ്കിൽ ശരി, ഒരു ദിവസം 6-7 ചായ
കുടിക്കുന്നവർ. ഹോട്ടലിൽ പോയാലും ചായ കുടിക്കും. ഏതായാലും കേരളത്തിൽ പാലിന് യാതൊരു ക്ഷാമവുമില്ല. പാല് കൊണ്ട് ഒരു പുഴ ഒഴുകണമെങ്കിൽ അത്രയും പാല് ഇവിടെ കിട്ടും. എങ്ങനെയാ കിട്ടണമെന്നുള്ളത് പറയാനുള്ള വിവരമൊന്നുമില്ല. ഊഹത്തിന് വീഴുന്നു. അപ്പൊ ഏത് കാലഘട്ടത്തിലും ഇഷ്ടം പോലെ കുടിക്കുമ്പോൾ അത് ഓവർഡോസ് ആവുന്നു. മദ്യം കഴിക്കുന്നവര് 2 പെഗ്ഗേ കഴിക്കുന്നു, അല്ലെങ്കിൽ 3. 3-ൽ കൂടിയ ചരിത്രം ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ളൂ. അതൊന്നുമില്ല. അവരുടെ ശാരീരികമായിട്ടുള്ള മറ്റ് ചില അവശതകൾ വരികയും ദോഷകരമായ ആഹാരങ്ങൾ ചേർത്തി കഴിച്ച സിറ്റുവേഷൻ വരികയും ചെയ്യുമ്പോൾ ഇതന്നെ ഓവർഡോസ് ആവും. ഇത് ഇത്രയും പറയാൻ കാരണം പതിവായിട്ട് കഴിക്കുന്നതാണ്. അതെങ്ങനെയാ ഓവർഡോസ് ആവുക? അതെന്നല്ലേ എപ്പോഴുള്ളൂ. അതല്ല, വാക്ക്, വരികള്, ജീവിതം, ആഹാരം, ബിഹേവിയർ. നമ്മുടെ ബിഹേവിയർ ചിലപ്പോ വേറെ ആൾക്ക് ഓവർഡോസ് ആവും. ഭാര്യ അവശയായിട്ട് നിൽക്കുമ്പോ ഭർത്താവ് പോയിട്ട് ആലിംഗനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കരണക്കുട്ടി കടിക്കാൻ തോന്നുള്ളൂ. സമയവും സന്ദർഭവും ഉണ്ട്. ധന്യമായ ജീവിതത്തിൽ ഏത് കാര്യവും ചിന്തിക്കാനുള്ള ചില അവസരം ഉണ്ടാക്കുക എന്നുള്ള കവിഞ്ഞ് ഒരു കഥ എഴുത്തുകാരന് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു.